കടൽ കൊമ്പന്റെ വരവും കാത്തിരിക്കുന്ന നൈസാവും. ഒമാനിലെ അൽഹേലിൽ കേരളത്തിന്റെ രാത്രിയിൽ കടൽ കൊമ്പനെ തപ്പി ഇറങ്ങിയാണ് ഞങ്ങൾ. അതും അൽഹേലിലുള്ള കേരള നൈറ്റ്സിൽ. കൊമ്പൻ വരുന്നുണ്ടേ, കൊമ്പനെത്തി, കൊമ്പനിതാ ലാൻഡ് ചെയ്യുന്നു. ഇതാണ് കടൽ കൊമ്പൻ. നമ്മുടെ കടൽ കൊമ്പൻ വന്നിട്ടുണ്ട്. ഇനി അവനെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. നോക്കിയേ, വലിയൊരു ഷെയർ ഫിഷ്, പ്രോൺസ് ഫ്രൈ, ബീഫ് ഫ്രൈ, പിന്നെ ക്രാബ് മസാല, സ്ക്വിഡ്, പിന്നെ ഗീ റൈസ് ഉണ്ട്, 2 പൊറോട്ട, 2 ഇടിയപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പമായിട്ട് മാറ്റാം, ചപ്പാത്തിയായിട്ട് മാറ്റാം. എന്തായാലും ഒരു അടിപൊളി പ്രസന്റേഷനാ. പക്ഷെ എന്തുകൊണ്ട് ബീഫ് വന്നു എന്നുള്ളത് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. അതെ. പൊറോട്ട പിടിക്കുന്നു, ശരീരോട്ടൊന്ന് അമർത്തുന്നു, വായിലോട്ട് അങ്ങോട്ട് വെക്കുന്നു. മസാല സൂപ്പ്, ക്രാബിന് മസാല കുഴപ്പമില്ല. എന്ത് സ്ക്വിഡിലോട്ടോ അല്ലേ, പൊറോട്ട ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നു. അതിന്റെ രുചിയൊന്നും എത്തിയിട്ടില്ല എനിക്ക് കേട്ടോ. പ്രോൺസ് മസാല, ബീഫ് ഓക്കെ. ബ്രെഡ്സ് ഇതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ 2+2 4 കിട്ടത്തുള്ളൂ. പിന്നെ ഗീ റൈസ് ഉണ്ട്, കൊട കുത്തി വെച്ചിരിക്കുന്ന ഗീ റൈസ്. പാവം മീനെ കടിച്ചു പറിച്ച് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുക നിഷാദ് ഉള്ളതാണ്. ഞങ്ങൾക്ക് ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഫിനിഷ് ചെയ്തിട്ട് അവസാനം തലയുടെ ചെറിയൊരു ഭാഗം എന്തൊക്കെയായി പറയുന്നത്. എന്തായാലും 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ 7.5 വേണോ എന്നുള്ളതെങ്കിൽ സംശയമുള്ളൂ. അത് അവർക്ക് വേണ്ടി കൺസിഡർ ചെയ്യാം, കുറക്കണോ വേണ്ടെന്നുള്ള. മൊത്തത്തിൽ ഓക്കെ എന്ന് പറയാം, കുഴപ്പമില്ല. നല്ല പ്രസന്റേഷനാണ്. ഒരു വൈബിന് വേണ്ടി, ഒരു ചേഞ്ചിന് വേണ്ടിയൊക്കെ ഇത് പ്രസന്റബിൾ ആണ്. എവിടെയാണെന്ന് മറക്കണ്ട, നമ്മുടെ അൽഹേലിലുള്ള കേരള നൈറ്റ്സ് റെസ്റ്റോറൻറ്റ്.